പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിപ്പും പാലക്കും കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയാൽ തുറന്ന് നോക്കാം. അപ്പോഴേക്കും പരിപ്പ് പാകത്തിന് വെന്ത് കിട്ടും. ഓരോ കുക്കറിലും ചിലപ്പോൾ കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. ഇതിൽ ഒരു വിസിൽ വന്നാൽ പ്രഷർ പോയാൽ പാകത്തിന് വെന്ത് കിട്ടാറുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാൻ വേണ്ടിയുള്ള പാലക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തതും ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് ഒന്ന് ചൂടായാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതും പച്ചമുളകും തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ കട്ട് ചെയ്ത് വെച്ച പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2 കപ്പുണ്ട് പാലക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഗ്രേവി കുറവാണെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരി, റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.